നമുക്കറിയാം, പരിശുദ്ധമായ ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത്. 3 പത്തുകളെ മഹാന്മാരായ പണ്ഡിതന്മാര് വളരെ ശ്രേഷ്ഠതയോടുകൂടി എണ്ണിയിരിക്കുന്നു. അതിൽ 3-ാമത്തെ 10-ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞുപോയ, അതിലൂടെ സഞ്ചരിച്ച് നമ്മൾ പോയിരിക്കുന്നു. അത് മുഹറമിന്റെ ആദ്യത്തെ 10 താബിഈ പണ്ഡിതനായ നഹദി ഇമാം പറയുമ്പോൾ, ഇനിയൊരു വർഷം നമുക്ക് അതിലേക്ക് എത്തുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. വരുന്ന വർഷം മുഹറമിലെ ആദ്യത്തെ 10 ഇനി കൂടുവാൻ നമ്മൾ കാണുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരുപാട് അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന മുത്തഖീങ്ങളിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഏതു സമുദായത്തെ എടുത്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലേക്ക് ഒരുപാട് പ്രവാചകന്മാരെ അയക്കുകയും അവർക്കെല്ലാം ഓരോ സമുദായങ്ങൾ, ഓരോ ഖൗമുകളെ അല്ലാഹു നൽകുകയും ചെയ്തു. അതിൽ തന്റെ സമുദായത്തോട് ഏറ്റവും കൂടുതൽ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞ ഒരു പ്രവാചകന്റെ പേരാണ് മദീനത്തുൽ മുനവ്വറയുടെ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അനുയായികൾക്കും വളരെ ഇഷ്ടം, അതുപോലെ നേതാവായ നബിതങ്ങൾക്കും അനുയായികളോട് അത്രമേൽ പ്രിയം. അങ്ങനെ ഒരു നേതാവിനെ ഒരു ചരിത്രവും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുമില്ല. ജഗന്നേതാവായ അള്ളാഹു അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുമില്ല. ഈ ലോകത്തെ തന്നെ വടക്കാൻ കാരണക്കാരനാണെന്ന് നബിതങ്ങളെ പറയുമ്പോൾ നബിതങ്ങളുടെ ശ്രേഷ്ഠത അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നതുമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു നൽകുമ്പോൾ ദീനിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എണ്ണി എണ്ണി വ്യക്തമാകുന്ന നിലയിൽ ഖുർആൻ ഓതിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകര് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഴി വഹി അള്ളാഹുവിൽ നിന്ന് നൽകുമ്പോൾ അതിനെല്ലാം വ്യക്തവും കൃത്യവുമായി അനുയായികൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ലോകത്തിലെ ഏതൊക്കെ മനുഷ്യര് വരുന്നോ അവർക്കെല്ലാം മനസ്സിലാകുന്ന വിധത്തില് ഖുർആനിലെ നബിതങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ എല്ലാ വിഷയങ്ങളും നബിതങ്ങൾ പറഞ്ഞു പോയി. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, പ്രിയപ്പെട്ടവരെ, കുട്ടികളോട് കരുണ കാണിക്കുക എന്നുള്ളത്. വർത്തമാന കാലഘട്ടത്തിലെ ഇസ്രായേൽ എന്ന ഏറ്റവും വൃത്തികെട്ട ഒരു സമൂഹം, ആ സമൂഹം പിഞ്ചോമനകളെ കരുണയില്ലാതെ നെതന്യാഹു എന്ന് പറയുന്ന ആ വൃത്തികെട്ട മനുഷ്യന്റെ നേതൃത്വത്തിൽ കൊന്നു തള്ളുമ്പോൾ കുട്ടികളോടുള്ള ആ ആർദ്രത, ഹൃദയ ആർദ്രത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഓരോ വാർത്ത വായിക്കുമ്പോഴും നമ്മുടെ മക്കളെ ചേർത്ത് വിളിച്ച് അവിടുത്തെ കുഞ്ഞുങ്ങളെ ഒന്ന് സമപ്പെടുത്തി ഓർത്തില്ല എങ്കിൽ നമ്മുടെ ഉള്ളിലെയും ഹൃദയ ആർദ്രത അവസാനിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ഉള്ളിലെ കരുണ അള്ളാഹു ഇതാ തിരിച്ചു പിടിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ഇഖ്ലാസുള്ള മനസ്സ് അള്ളാഹുവിലേക്ക് അത് പോകുന്നില്ല, യഥാർത്ഥമായ രീതിയിൽ റബ്ബിലേക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല എന്നതാണ് അതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയം കാഠിന്യമായി പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്തിനേറെ പറയുന്നു, ഞാനാണ് ഈ ഭൂമിയിലെ രാജാവ്, ഞാനാണ് സ്വേച്ഛാധിപതി, ഞാനാണ് ഈ റബ്ബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു നബിതങ്ങൾക്ക് മുമ്പ്. ദീനിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, ആ ഫിർഔൻ 70,000 കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊന്നു തള്ളുകയാണ് പ്രിയപ്പെട്ടവരെ. കാരണം ഒരു പ്രവാചകര് ഈ ലോകത്തിലേക്ക് വരുന്നു. ആ പ്രവാചകന്റെ പേര് മൂസ എന്നാണ്. ആ പ്രവാചകനാണ് നിന്നെ കീഴ്പ്പെടുത്തി സമാധാനപൂർവ്വം ഈ ലോകത്തെ ആക്കാൻ ശ്രമിക്കുന്നത് എന്ന വാർത്ത ഫിർഔനിന്റെ കാതുകളിലേക്ക് എത്തുമ്പോ ആ കുഞ്ഞ് ബനൂ ഇസ്രായേലിലാണ് ജനിക്കുന്നത് എന്നറിയുമ്പോ 70,000 ആൺകുട്ടികളെ ഹൃദയത്തിന്റെ കാരുണ്യമൊന്നുമില്ലാത്ത ആ മനുഷ്യൻ അങ്ങനെ കൊന്നു തള്ളി
ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങനെ കൊന്നു തള്ളുമ്പോ അവന്റെ മൂക്കിന്റെ തുമ്പത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിനെ വളർത്തുമ്പോ പ്രിയപ്പെട്ടവരെ 70,000 കുഞ്ഞുങ്ങളാണെന്ന് പറയപ്പെടുന്നു കൊന്നു തള്ളിയത്. നമ്മൾ ഓർക്കണം, ആ ഫിർഔനിന് പോലും ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ, നബി തങ്ങളുടെ ജന്നത്തിലെ പത്നിയാകാൻ പോകുന്ന ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ആ കുഞ്ഞിനെ നൈൽ നദിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോ ഫിർഔൻ നോക്കുകയാണ് ആ കുഞ്ഞിനെ. ഫിർഔനിന് 70,000 കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയ ഫിർഔനിന് പോലും ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഒരു ഹൃദയത്തിന് കാരുണ്യമുണ്ടായി. കാരണം ഹൃദയത്തിന് കരുണയുണ്ടായതിന്റെ കാരണം എന്ന് പറയുന്നത് അത് കുഞ്ഞുങ്ങളോടുള്ള ഒരു താല്പര്യമാണ്. ഒരു കുഞ്ഞു മതി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. അങ്ങനെ ആ കുഞ്ഞ് അവിടെ വളരുമ്പോ ഇന്നത്തെ സമൂഹമായ കുഞ്ഞുങ്ങളെ അതുപോലെ സ്ത്രീകളെ ഇങ്ങനെയുള്ള വിഭാഗത്തെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുള്ളപ്പോ ഫിർഔനിന് പോലും കരുണ തോന്നിയെങ്കിൽ എന്തുകൊണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇസ്രായേൽ എന്ന കാട സമൂഹത്തിന് അവരുടെ മേൽ കരുണ തോന്നാത്തത്. ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ, കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞ വചനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ചിന്തിച്ച് ആഴ്ത്തിറക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങളാണ് ദീൻ എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞുങ്ങളെ പറ്റി തന്നെ പഠിപ്പിച്ചു നൽകുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹുവിന്റെ മലക്കുകളുടെ കാവൽ ഉണ്ടാകുമെന്ന് പറയപ്പെട്ടിരിക്കുന്ന സൂറത്തുൽ കഹ്ഫിലെ ഒരായത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഓതി വെക്കാം. നിങ്ങളെല്ലാം കുറച്ചു നേരം മുമ്പ് അതെല്ലാം ഓതിയവരുമായിരിക്കും. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. പ്രവാചകര് ആ ആയത്ത് ഇറക്കുമ്പോ ആ ആയത്ത് സഹാബാക്കൾക്ക്, ലോക ഉമ്മത്തിന് പഠിപ്പിച്ചു നൽകുമ്പോ നബി തങ്ങൾ പറയുകയാണ്, അൽ മാലു വൽ ബനൂൻ, സമ്പത്തും അതുപോലെ ആൺകുട്ടികളും, സീനത്തുൽ ഹയാത്തിദ് ദുനിയ, അത് ദുനിയാവിന്റെ ഭംഗി കൂട്ടുന്ന ഒരു വസ്തുക്കളാണ്. ദുനിയാവിലെ ഭംഗിക്ക് വേണ്ടി പടച്ചു തമ്പുരാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആൺകുട്ടികളെയും അതുപോലെ സമ്പത്തിനെയും എന്ന് പറയുമ്പോ എവിടെ പെൺകുട്ടികളെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. തുടർന്നുള്ള ആയത്തിലൂടെ ഓതി വരുമ്പോ സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു എന്ന ആ വാക്കിന് തഫ്സീറിന്റെ ഇമാമായ ഖുർത്തുബി ഇമാമ അതിന് തഫ്സീർ നൽകുന്നത് ഇങ്ങനെയാണ്. ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്ന ആ വാക്കിന് ഖുർത്തുബി ഇമാം നൽകിയ തഫ്സീർ എന്നത് അൽ ബനാത്തു സ്വാലിഹാത്ത്, പാരത്രിക ജീവിതത്തിൽ വരെ രക്ഷിക്കാൻ കഴിവുള്ള പെൺകുട്ടികളുമുണ്ടല്ലോ, അവരാണ് ഈ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കുട്ടികളുണ്ടല്ലോ, അവരാണ് ഈ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഭംഗി എന്ന് പറയുമ്പോ പ്രവാചകന് ഒരിക്കല് ഒരു വിഷമം ഉണ്ടാകുന്നത് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ കാണുകയാണ്. ഇങ്ങനെ വിഷമിക്കുന്നു. നബിതങ്ങളുടെ മുഖം കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. നബിതങ്ങൾക്ക് വിഷമവും അതുപോലെ ദേഷ്യവും ഒക്കെ വരുമ്പോ ചുവന്നു തുടുക്കും നബിതങ്ങളുടെ മുഖം. ഏതുപോലെ എന്നറിയുമോ? മാതള നാരങ്ങ നമുക്കറിയാം, റുമ്മാൻ പഴം. ആ റുമ്മാൻ പഴം പൊളിക്കുമ്പോഴുള്ള ഒരു ഭംഗി നമുക്കറിയാം എന്താണെന്ന്. അതുപോലെ നബിതങ്ങളുടെ മുഖം മാറുന്നത് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ കാണുമ്പോ കുറച്ചു സമയം കഴിഞ്ഞപ്പോ നബിതങ്ങൾ വല്ലാതെ ആ മുഖത്തോടു കൂടി തന്നെ സന്തോഷിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത അത്ഭുതം തോന്നി. എന്താണ് നബിയെ എന്ന് ചോദിക്കുകയാണ് തന്റെ പ്രിയ പത്നി. നബിതങ്ങളോട് ചോദിക്കുന്നു, കുറച്ചു സമയം മുമ്പ് അങ്ങ് വല്ലാതെ വിഷമിച്ചിരുന്നല്ലോ, ഇപ്പൊ എന്ത് ഇത്ര വല്ലാതെ സന്തോഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അൽ ബാഖിയാത്തു സ്വാലിഹാത്തു എന്ന പദത്തിന് നബിതങ്ങൾ തഫ്സീർ നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, പാരത്രിക ജീവിതത്തിൽ വരെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു വിഭാഗമാണ് പെൺകുട്ടികൾ എന്നത്. ഒരു സംഭവം നബിതങ്ങളുടെ മനസ്സിലേക്ക് അപ്പോ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടിട്ട് കൊടുക്കുന്നു.
ആ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നബിതങ്ങൾ ആദ്യമേ കരയുന്നു, പിന്നീട് സന്തോഷിക്കുന്നു. ആ സംഭവം ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വിവരിച്ചു നൽകുകയാണ്. ഞാനൊരു ചരിത്രം കണ്ടു, എനിക്ക് അള്ളാഹു ഒരു കാഴ്ച നൽകി. എന്തെന്നറിയുമോ ആയിഷ? ഒരു മനുഷ്യന് അള്ളാഹു നരകം നൽകുകയാണ്. നന്മകളൊന്നും ചെയ്യാത്ത, അള്ളാഹുവിലേക്ക് അടുക്കാത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യന് അള്ളാഹു നരകം അവന്റെ നിത്യവാസമായി നൽകുമ്പോ മലക്കുകൾ വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അവനെ വലിച്ചിഴച്ചുകൊണ്ട് ആ നരകത്തിലേക്ക് പോയി അതിന്റെ അടുത്തെത്താറാകുമ്പോ, ആ നരക കവാടത്തിന്റെ അടുത്തെത്തുമ്പോ നബിതങ്ങൾ കാണുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്, ആ മനുഷ്യനെ അങ്ങനെ വലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ പോവുകയാണ്. മാലിക് എന്ന് പറയുന്ന നരകത്തിന്റെ കാവൽക്കാരന്റെ സ്വഭാവം നമുക്കറിയാം. അപ്പൊ അതിന്റെ കൂടെയുള്ള മലക്കുകളുടെ സ്വഭാവം നമുക്ക് പറയേണ്ടതില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നമുക്കറിയാം, മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അവന്റെ വാനലോകത്തിലേക്ക് അള്ളാഹുവുമായി സംവദിക്കാൻ പോയത്. അവിടെ വെച്ച് സ്വർഗവും നരകവും ഒക്കെ പരിചയപ്പെടുത്തിയപ്പോ എല്ലാ മലക്കുകളും നബിതങ്ങളെ കണ്ടുകൊണ്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. കാരണം ഏറ്റവും ഉന്നതമായ മനുഷ്യനാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നബിതങ്ങൾക്ക് അഭിവാദ്യങ്ങൾ നൽകുന്നു, നബിതങ്ങൾ നോക്കി ചിരിക്കുന്നു, നബിതങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. ഒരു മലക്ക് മാത്രം നബിതങ്ങളുടെ അടുക്കലേക്ക് വരുന്നില്ല. അടുത്ത് നിൽക്കുന്ന ജിബ്രീലിനോട് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുകയാണ്, അത് മാലിക്കാണ് നബിതങ്ങളെ, നരകത്തിന്റെ കാവൽക്കാരനാണ് നബിതങ്ങളെ. അള്ളാഹു ആ ദൗത്യം ഏൽപ്പിച്ചപ്പോ മുതൽ ആ മലക്കിന്റെ വായിൽ നിന്ന് ഒരു പുഞ്ചിരി പോലും ഇതുവരെ വന്നിട്ടില്ല. നരകത്തിൽ നിന്ന് ഒരു മനുഷ്യൻ വിളിച്ചാൽ 50,000 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുകയും, എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്, നീ ചെയ്തതിനല്ലേ നീ അനുഭവിക്കുന്നത് എന്ന് പറയുന്ന മാലിക് അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള മലക്കുകള് ആ മനുഷ്യനെ അങ്ങനെ വലിച്ചുകൊണ്ട് നരക കവാടത്തിന്റെ അടുത്തെത്തുമ്പോ 3 പെൺമക്കള് അല്ലെങ്കിൽ 2 പെൺമക്കള് ആ മനുഷ്യന്റെയും മലക്കുകളുടെ അടുക്കലേക്ക് ഓടി വരികയാണ്, പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, റബ്ബേ, ഞങ്ങളുടെ വാപ്പ നന്മകളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഞങ്ങളെ ഈ ലോകത്തിലേക്ക് പൂജാതരാക്കുവാൻ പരിശ്രമിക്കുകയും ഞങ്ങളെ നന്മയിലാക്കി വളർത്തുകയും നല്ലതുപോലെ നല്ല പുരുഷന്മാർക്ക് ഞങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു ഞങ്ങളുടെ വാപ്പ. അള്ളാഹുവെ, ഞങ്ങളോട് കരുണ കാണിക്കണേ, അതിന്റെ പേരിൽ ഞങ്ങളുടെ വാപ്പയെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന പെൺമക്കൾ ദുആ ചെയ്യുമ്പോ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു എന്ന പദത്തിന് നബി തങ്ങൾ വിശദീകരണം നൽകുന്നു. പെൺമക്കൾ എന്നത്, പ്രിയപ്പെട്ടവരെ, പാരത്രിക ലോകത്തിന് പോലും നമ്മുടെ വാപ്പമാരെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ വിജയിപ്പിച്ചെടുക്കാൻ കഴിവുള്ളവരാണ്. അതിന്റെ പേരിൽ ആ പെൺമക്കൾ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ആ മനുഷ്യന് ജന്നത്താകുന്ന സ്വർഗം നൽകിയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇനി ആൺകുട്ടികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഒരു ദിവസം 3 കുട്ടികളുമായി നബി തങ്ങൾ അതാ മസ്ജിദുൽ നബവിയിലേക്ക് വരികയാണ്. ഒന്ന് ഹസൻ, മറ്റൊന്ന് ഹുസൈൻ, മറ്റൊന്ന് നുബൂവത്തിന് മുമ്പ് നബിതങ്ങളുടെ അടിമയായിരുന്ന സയ്യിദ് റളിയല്ലാഹു തആല അൻഹു. ആ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുന്നാരമോൻ ഉസാമ ഇസ്ലാം ഉന്നതമായ നിലയിലെത്തിയപ്പോ നബിതങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് നബിതങ്ങൾ നേതൃത്വം ഏൽപ്പിച്ചു കൊടുക്കുന്ന 18കാരനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു, ആ മനുഷ്യനും ആ കുഞ്ഞായിരിക്കുമ്പോഴുള്ള ആ ഹൃദയസ്പർശിയായ ആ കുഞ്ഞു പുഞ്ചിരികളുടെ ഉടമകളായ ഹസനെയും ഹുസൈനെയും ഉസാമ റളിയല്ലാഹു തആല അൻഹും ഇവരെ മൂവരെയും കൂട്ടി മസ്ജിദുൽ നബവിയിലേക്ക് നബിതങ്ങൾ വരികയാണ്. നിസ്കാരം ആരംഭിച്ച് നബിതങ്ങൾ അതാ സുജൂദിലേക്ക് പോയി. കൂടെ സ്വഹാബാക്കളും നബിതങ്ങളെ പിന്തുടർന്നു പോയി. രണ്ടാമത്തെ സുജൂദിൽ നിന്ന് നബിതങ്ങൾ എണ്ണീക്കുന്നില്ല. എല്ലാവർക്കും വ്യാകുലമായി നിസ്കാരത്തിൽ. എന്ത് പറ്റിപ്പോയി ഞങ്ങളുടെ നബിതങ്ങൾക്ക്? ഒരു സ്വഹാബി അപ്പോൾ തല ഉയർത്തിക്കൊണ്ട് നോക്കുകയാണ്.
കുറെ സമയമായപ്പോൾ ഒരു സ്വഹാബി അതാ നിസ്കാരത്തിൽ നിന്ന് സുജൂദിൽ നിന്ന് തലയുയർത്തി നോക്കുന്നു, നബിതങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയോ? അങ്ങനെ നോക്കുമ്പോ ഒരു കുട്ടി അതാ നബിതങ്ങളുടെ മുതുകിലേക്ക് കയറിയിരിക്കുകയാണ്. പള്ളിയിൽ വെച്ചാണെന്ന് ഓർക്കണം. പള്ളിയിൽ വെച്ച് വീണ്ടും ആ സ്വഹാബി സുജൂദിലേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോ നബിതങ്ങൾ എഴുന്നേറ്റു സാദാ പോലെ നിസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം നബിതങ്ങളുടെ അടുക്കലേക്ക്, ആ ഹളറത്തിലേക്ക് എല്ലാ സ്വഹാബാക്കളും ഒരുമിച്ച് കൂടിയിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് എന്തിനാണ് ഇത്ര സുജൂദിനെ നീട്ടിക്കൊണ്ടുപോയത്? ഇത്രയേറെ നീട്ടിക്കൊണ്ടുപോകാൻ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോ അവര് തന്നെ പറയുകയാണ്, ഹദസ അംറുൻ, ഞങ്ങൾ വിചാരിച്ചു പോയി നബിതങ്ങൾ വഫാത്തായി പോയോ എന്ന്, എന്തെങ്കിലും സംഭവിച്ചു പോയോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അല്ലെങ്കിൽ അവർ ഇങ്ങനെ പറഞ്ഞു എന്ന് ചരിത്രം പറയുന്നു, അന്നഹു യൂഹാ ഇലൈക, നബിതങ്ങളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നിസ്കാരത്തിന്റെ സന്ദർഭത്തില് എന്തെങ്കിലും വഹി ഇറക്കിയോ എന്ന് ഞങ്ങൾ വിചാരിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, അപ്പൊ നബിതങ്ങൾ മറുപടി പറയുകയാണ്, എന്റെ കുഞ്ഞു മോൻ, അതിലുള്ള ഒരു പുന്നാര മോൻ, ഞാൻ സുജൂദിലേക്ക് പോയപ്പോ എന്റെ മുതുകിലേക്ക് കയറിയിരിക്കുകയാണ്. നബിതങ്ങൾ മറുപടി പറയുകയാണ്, കുല്ലു ദാലിക്കലം യകുൻ, നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും അല്ല കേട്ടോ, നിങ്ങൾ പറയുന്നത് പോലെ എനിക്കൊന്നും സംഭവിച്ചിട്ടുമില്ല, വഹി ഇറങ്ങിയിട്ടുമില്ല. പിന്നെ എന്താണ് സംഭവിച്ചതെന്നറിയുമോ? വലാകിൻ ഇബ്നി ഇർതഹലനി, എന്റെ കുഞ്ഞുമോൻ എന്റെ മുതുകത്തിലേക്ക് കയറി ഇരുന്നിട്ട് അവൻ വാഹനം ഓടിക്കുകയാണ്. അവനൊരു ഒട്ടകപ്പുറത്ത് ഇരിക്കുന്നത് പോലെ അവന്റെ അനുഭൂതി ഉണ്ടാക്കുകയാണ്. എന്റെ പുന്നാര മോൻ അങ്ങനെ ചെയ്യുമ്പോ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ എനിക്ക് കഴിയില്ല. കാരണം അത്രമേൽ കാരുണ്യമുള്ള ഒരു മനുഷ്യനാണ്, ഒരു നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുഞ്ഞിന്റെ ജോലിയെ തടസ്സപ്പെടുത്തുവാൻ നബിതങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് ജോലിയായിരിക്കുന്നത് ഒരു ഒട്ടകപ്പുറത്തിരുന്ന് ഞാൻ സഞ്ചരിക്കുകയാണെന്നുള്ള മട്ടോടുകൂടിയാണ്. അപ്പോ നബിതങ്ങൾ ആ സ്വഹാബത്തിന് മറുപടി നൽകുന്നു, വലാകിൻ ഇബ്നി ഇർതഹലനി, എന്നെ വാഹനം ഓടിക്കുന്നതായി എനിക്ക് അനുഭൂതി കിട്ടിയപ്പോ ഞാൻ അങ്ങനെ കുറെ നേരം അങ്ങനെ നിസ്കാരത്തിന് നീട്ടിക്കൊണ്ടുപോയി. മറ്റൊരു സംഭവത്തിൽ കാണാം, നബിതങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു കുഞ്ഞ് കിടന്ന് വല്ലാതെ കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നബിതങ്ങൾക്ക് നിസ്കാരത്തില് ആ കുഞ്ഞിന്റെ ഉമ്മയെ ഓർമ്മ വന്നതുകൊണ്ട് നീട്ടിയ ഒരു കുഞ്ഞ് കയറി മുതുകത്തിരുന്നപ്പോ നിസ്കാരത്തെ നീട്ടിയ നബിതങ്ങള് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോ അതിന്റെ മാതാവിനെ ഓർമ്മയിൽ നബിതങ്ങളിലേക്ക് വന്നപ്പോ നബിതങ്ങൾ അവിടെ നിസ്കാരത്തെ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവുമായുള്ള മുനാജാത്താണ് നിസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് ലോക ഉമ്മത്തിനെ പഠിപ്പിച്ചു തരുന്ന ഒരു നേതാവിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കണം, ഈ വർത്തമാന കാലഘട്ടത്തിൽ കുട്ടികളിലേക്ക് കരുണ കാണിക്കാത്ത ഒരു സമൂഹമൊക്കെ നമ്മുടെ മുന്നിലൂടെ അവര് ഹൃദയകാരുണ്യമില്ലാതെ പെരുമാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നബിതങ്ങൾ ഒരു യുദ്ധത്തിന് ശേഷം ഇങ്ങനെ ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുമ്പോ 2 സ്ത്രീകൾ മരണപ്പെട്ടു കിടക്കുന്നത് കാണുകയാണ്. ഉടനെ രോഷാകുലനായി സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അലം അൻഹക്കും ബിഖത്ലിൻ നിസാഇ വസ്ബിയാൻ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു കളയരുതെന്ന്, പിന്നെന്തിനാണ് ഇങ്ങനെ കൊന്നു കളഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഇസ്രായേലിന്റെ നരയാട്ട് നടത്തി സ്ത്രീകളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും മുലപ്പാൽ കുടിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയും വേർതിരിക്കുന്ന ഒരു കാലഘട്ടത്തില് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേതാവിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട 2 സ്ത്രീകളുടെ ഇടയിലൂടെ നടന്നു വരുമ്പോ, ഒരു കൂസലുമില്ലാതെ നടന്നു വരുമ്പോ അത്രമേൽ ഇഷ്ടപ്പെട്ട ബിലാലിനോട് നബിതങ്ങൾ ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, എന്തേ ബിലാലെ, നിന്റെ ഉള്ളിലെ കാരുണ്യം മാറിപ്പോയോ? നിന്റെ ഉള്ളിലെ കാരുണ്യത്തെ അള്ളാഹു എടുത്തു കളഞ്ഞു. നീ എന്തേ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട 2 സ്ത്രീകളുടെ മുന്നിലൂടെ കടന്നു വന്നപ്പോ നീ എന്തേ അവരുടെ അടുക്കലിരുന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിച്ചില്ല, അവർക്കൊന്ന് സമാധാനം പറഞ്ഞു കൊടുത്തില്ല എന്ന് ചോദിക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് ഓർക്കേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ.
അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കല് ഇതുകൊണ്ട് നിർത്തുകയാണ്, വിരാമം കുറിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ സ്വഹാബാക്കൾ ഇങ്ങനെ ഇരിക്കുകയാണ്. നബി തങ്ങൾ ഒരു ആയത്ത് ഓതി കേൾപ്പിക്കുന്നു, വയത്തൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. സ്വർഗ്ഗത്തിലെ ആളുകളുടെ ഉപമ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ സ്വർഗത്തിലെ അതിഥികളായി വരുന്ന നിത്യവാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സ്വീകരിക്കുവാൻ നിർത്തുന്നത് പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോയ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെയാണ്. ആ കുഞ്ഞുങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗസയിലെയും കുഞ്ഞുങ്ങളെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇങ്ങനെ നബി തങ്ങൾ പറയുകയാണ്, അവരെ കാണുമ്പോൾ സ്വർഗ്ഗവാസികൾ ഓർക്കും, വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. നിത്യശാന്തരായി അവരങ്ങനെ സ്വർഗത്തിലെ ആളുകളുടെ മുന്നിലൂടെ തവാഫ് ചെയ്തിങ്ങനെ ഓടുമ്പോ അവര് കരുതും, ഇദാ റഅയ്തഹും ഹസിബ്തഹും. അവര് കരുതുന്നത് നബി തങ്ങൾ പറയുകയാണ്, ലുഅ്ലുഅൻ മൻസൂറ. വിതറിക്കപ്പെട്ട പവിഴ മുത്തുകളെ പോലെ സ്വർഗവാസികളുടെ മുന്നിലൂടെ അവരെ പരിചരിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇത് കേട്ടപ്പോ ഒരു നീഗ്രമായ ഒരു സ്വഹാബി നബിതങ്ങളുടെ മടിയിലേക്ക് ഓടി വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീഴുകയാണ്. നബിതങ്ങളെ അവിടെയുള്ള കുഞ്ഞുങ്ങളെ, സ്വർഗത്തിലെ ആളുകളെ പരിചരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാൻ വല്ലാത്ത സൗന്ദര്യമായിരിക്കുമല്ലോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ സൗന്ദര്യം ലഭിക്കുമോ എന്ന് കരഞ്ഞുകൊണ്ട് ആ സ്വഹാബി ചോദിക്കുമ്പോ, കരഞ്ഞുകൊണ്ട് നബിതങ്ങളുടെ മടിയിലേക്ക് വീഴുമ്പോ അള്ളാന്റെ പ്രവാചകർ ആ സ്വഹാബിക്ക് മറുപടി നൽകുകയാണ്, നിനക്ക് സ്വർഗത്തിൽ വല്ലാത്ത സ്ഥാനമാണ് അള്ളാഹു ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സ്വഹാബി, പ്രിയപ്പെട്ട അനുയായിയെ, നീ എഴുന്നേക്കൂ. നീഗ്രോ ആയ കറുത്തവരായ സ്വഹാബാക്കൾക്കും കറുത്തവരായ മനുഷ്യരുടെ കുഞ്ഞുങ്ങൾക്കും അവിടെ വല്ലാത്ത സൗന്ദര്യമായിരിക്കുമെന്ന് കളവ് പറയാത്ത നേതാവ് സയ്യിദുന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ ചിലവഴിക്കുക. നമ്മൾ മോശമായ വഴിയിലാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മോശമായ വഴിയിലായിരിക്കും. എവിടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവോ, എവിടെയൊക്കെ ആക്രമിക്കപ്പെടുന്നുവോ, അവർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യണം. പ്രത്യേകിച്ച് പലസ്തീനിലെ പൊന്നു മക്കൾക്ക് വേണ്ടി അഭയാർത്ഥികളായി പോകുമ്പോൾ പോലും പട്ടികളെ വിട്ടുപോലും കടിപ്പിക്കുകയാണ്. അവരുടെ ചിന്നിച്ചിതറുന്ന ആ ശരീരം കണ്ട് ഇന്നലെ ഒരു കുട്ടി ഒരു സ്കൂളിന്റെ വരാന്തയിൽ നിന്ന്, ഇടിഞ്ഞു പൊളിഞ്ഞു പോയ ഒരു സ്കൂളിന്റെ വരാന്തയിൽ നിന്ന് തന്റെ കൂട്ടുകാരുടെ അവശിഷ്ടങ്ങളെ, ശരീര മാംസത്തിന്റെ അവശിഷ്ടങ്ങളെ പിറക്കിയെടുത്ത് ചാക്കിലാക്കിക്കൊണ്ട് ജനാസ അടക്കാൻ ശ്രമിക്കുമ്പോ അവരെ കുറിച്ച് ഓർക്കാത്ത ഒരു ഹൃദയം, കാരുണ്യമില്ലാത്ത ഹൃദയമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന ആ കാരുണ്യത്തെ മനസ്സിൽ നിറച്ച് കുട്ടികളോട് കരുണ കാണിക്കുക. ആക്രമിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലെ കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. നല്ല ഒരു മനസ്സിന് ഉടമയായി ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം അള്ളാഹു സ്വാലിഹാക്കി സ്വാലിഹത്തായി നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുഞ്ഞുങ്ങളിലൂടെ നാളെ സ്വർഗം കാണാനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ട കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ജീവിതത്തിൽ ഒരു നന്മയായി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.